CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി വിചാരണക്കൂട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിചാരണക്കൂട്ടിൽ നിർത്തുകയാണ് CPI. CPIക്ക് ഇതിനൊക്കെ കഴിയുമോ എന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷേ CPI പലപ്പോഴും ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ ശ്രമങ്ങൾ CPI ശ്രമിച്ചിട്ടുണ്ട്. PM ശ്രീ വിവാദത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്തൊക്കെയാണെങ്കിലും CPI അതീവ ദുർബലമാണെങ്കിലും ഏറ്റവും വലിയ പേടിത്തൊണ്ടനാണ് ബിനോയ് വിശ്വമെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട് CPI. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി വിചാരണക്കൂട്ടിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിചാരണക്കൂട്ടിൽ നിർത്തുകയാണ് LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ CPI. CPM കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമുള്ള CPI വല്യേട്ടന്റെ നേതാവായ കാരണഭൂതത്തെ വിചാരണക്കൂട്ടിൽ നിർത്തുന്നു. ഇയാളെ വിചാരണ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് തോറ്റു, എന്തുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളതിന് ഒറ്റ ഉത്തരമേയുള്ളൂ: പിണറായിയുടെ തോന്നിയാസം കൊണ്ട്. അതാ പറയുന്നത്, പിണറായിയുടെ തോന്നിയാസം കൊണ്ടാണ് തോറ്റത്. ഇനി ഒരുപാട് അന്വേഷണങ്ങളോ ഒരുപാട് ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇത് ജനങ്ങൾക്ക് ആകെ അറിയുന്ന കാര്യമാണ്. CPIക്കും ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു, CPIയും അറിഞ്ഞിരിക്കുന്നു. ആ വാർത്ത എങ്ങനെയാണെന്നറിയോ? തിരുത്തില്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നാ പറയുന്നത്. തിരുത്തിയില്ലെങ്കിൽ തിരുത്തുന്ന പരിപാടിയൊന്നും ഇല്ല, നമുക്കറിയാം. ഗോവിന്ദൻ പറഞ്ഞു ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവുമില്ല, ജനങ്ങൾ വോട്ട് കുത്തിയപ്പോൾ മാറിപ്പോയതാണ് എന്നുള്ള രീതിയിലാണ് അപ്പം ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ CPI പറയുന്നു, ഒന്നുകിൽ തിരുത്തുക, തിരുത്തില്ലെങ്കിൽ മാറ്റി നിർത്തുക, കടക്കപ്പുറത്ത് എന്ന് പറയണം. ആരോട്? കാരണഭൂതത്തോട് എന്ന് CPIക്കാർ പറയുകയാണ് കേട്ടോ. CPMന് പറയാനാകില്ലെങ്കിൽ CPI പറയണമെന്ന് പറയും. ഇത് CPMമാർക്ക് പറയാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇത് CPMലെ ആൾക്കാർക്കൊക്കെ അറിയാം. താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് മുതൽ മുകൾ തട്ടിലുള്ള പല നേതാക്കന്മാർക്കും അറിയാം. പിണറായി വിജയന്റെ തോന്നിയാസം കൊണ്ടാണ് പാർട്ടി ഈ രീതിയിൽ പാർട്ടി പാർട്ടി ഇങ്ങനെ തകർന്ന് വീഴുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ പിടിവാശിക്കാരന്റെ, ഒരൊറ്റ ധൂർത്തന്റെ നെറികേടുകൾ കൊണ്ടാണ് പാർട്ടി ഈ വിധം തകർന്നടിയുന്നത് എന്ന് CPMലെ തന്നെ ആൾക്കാർക്കറിയാം. പക്ഷെ പേടി, പിണറായി പൂച്ചക്ക് ആര് മണി കെട്ടും? പിണറായി പൂച്ചക്ക് ആരും മണി കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പം CPMകാർക്ക് പേടിയാണെങ്കിൽ ഞങ്ങൾ പറയാം. CPI പറയാണ്, ഞങ്ങൾ പറയാം. PM ശ്രീ വിവാദത്തിൽ പറഞ്ഞല്ലോ, അതുപോലെ ഞങ്ങൾ പറയും, കടക്കുപുറത്ത് വിജയ എന്ന് CPI പറയുമെന്നാണ് കൗൺസിൽ പറയുന്നത്. ഇനി വാർത്ത: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലി അദ്ദേഹമോ പാർട്ടിയോ തിരുത്തണം. അത് സാധിക്കുന്നില്ല എങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി മാറി നിൽക്കുന്നതാകും നല്ലത്. അപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വേണ്ട, പിണറായിയുടെ ചിത്രങ്ങൾ പോസ്റ്ററുകളിൽ വേണ്ട, പിണറായി പ്രചാരണത്തിന് ഇറങ്ങിയാൽ ഇതിനേക്കാൾ വലിയ പരാജയമായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി പറയുകയാണ്. നാണമുണ്ടോ സഖാക്കളെ? എന്ന് പിടിച്ച് പുറത്താക്കേണ്ടതാണ് അയാളെ. എന്തിന് നിങ്ങളുടെ പാർട്ടിയെ, അല്ലെ? CPM എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോര എങ്ങനെ തുടിക്കും എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ CPMനെ സ്നേഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉള്ള നാടാണ് കേരളം. അവിടെയാണ് ഈ പാർട്ടിയെ കൊള്ളമാക്കിയിട്ട്, ഈ പാർട്ടിയെ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തന്റെ മരുമകന് വേണ്ടിയിട്ട്, തന്റെ മകൾക്ക് വേണ്ടിയിട്ട്, തന്റെ മകന് വേണ്ടിയിട്ട്, തന്റെ കുടുംബത്തിന് വേണ്ടി കോടികൾ ഉണ്ടാക്കാൻ വഴിവിട്ട വഴിക്ക് മാസപ്പടിയായിട്ടും അതല്ലാതെയും എല്ലാ തരത്തിലുള്ള അഴിമതികളും നടത്തിയ ഒരു മുഖ്യമന്ത്രി, അല്ലേ? എന്തിനു സംരക്ഷിക്കണം അയാളെ? എന്തിനു സംരക്ഷിക്കണം? ആർക്കു വേണ്ടി? പലരും പറയുന്നത് അയാൾ പോയാൽ പിന്നെ പകരം ആളില്ല എന്നാണ്. അത് ശരിയാണ്. CPMല് പിണറായി വിജയൻ പോയാൽ പകരമാര് ഇങ്ങനെ ഗതികെട്ടൊരു പാർട്ടി ലോകത്തുണ്ടാവില്ല കേട്ടോ. പകരമാരാണ് അപ്പം ഗോവിന്ദനാണ് വരാൻ പോകുന്നത്. പിന്നെ ആര്? ഒരു നേതാവുമില്ല. പിണറായി വിജയന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ അറിയുന്ന ഒരു നേതാവിന് എങ്ങനെ എല്ലാ കാലവും ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് പിണറായി വിജയനെ മാറ്റിയാൽ അടുത്തത് ആരെന്നുള്ളൊരു ചോദ്യം ഏറ്റവും പ്രസക്തമാണ് കേട്ടോ. അത് തന്നെയാണ് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയാവാൻ 4 പേർ 5 പേർ. അതെ, കോൺഗ്രസില് VD സതീശന്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാഗൽഭ്യമുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവരുണ്ട്. K സുധാകരൻ അതിനേക്കാൾ മികച്ച ആളാണെന്ന് പറയുന്നവരുണ്ട്. KC വേണുഗോപാൽ, ശശി തരൂർ, പറയാൻ ഒരുപാട് നേതാക്കളുണ്ട് അവരുടെ കൂട്ടത്തിൽ. CPMൽ ആരാളുള്ളത്? പിണറായി കഴിഞ്ഞ പിന്നെ ആരുമില്ല. അതാണ് CPM സർവനാശത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പൊ CPIക്കാർ പറയുകയാണ്,
പിണറായിയുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. പിണറായി വെള്ളാപ്പള്ളി സഖ്യം ന്യൂനപക്ഷത്തെ അകറ്റി. അപ്പൊ ന്യൂനപക്ഷത്തെ അകറ്റിയത് പിണറായി സ്വന്തം കാറിൽ, അല്ലെ, സ്റ്റേറ്റ് കാറിൽ വെള്ളാപ്പള്ളിയെയും കൊണ്ട് വരികയാണ്. അതോടുകൂടി ന്യൂനപക്ഷങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഈ മനുഷ്യൻ ന്യൂനപക്ഷങ്ങളുടെ കൂടെയല്ല. ഭൂരിപക്ഷങ്ങൾക്ക് നേരത്തെ മനസ്സിലായി ഈ അയ്യപ്പ സംഗമം മഹാ തട്ടിപ്പാണ് എന്നും വിശ്വാസ വിരുദ്ധരാണ് അല്ലെങ്കിൽ ആചാര വിരുദ്ധരാണ് CPM എന്നും ഹൈന്ദവ വിശ്വാസികൾക്ക് നേരത്തെ അറിയപ്പെടാ. ഭഗവാന്റെ സ്വർണം കട്ടുകൊണ്ടുപോയവർക്ക് വോട്ടില്ല എന്ന് കേരളത്തിലെ വിശ്വാസികൾ ഒന്നടങ്കം തീരുമാനമെടുത്തതാണ്. പിണറായിയുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഭൂരിപക്ഷ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചാകും രണ്ടുപേരും കൂടി ഇതെല്ലാം ചെയ്തത്. അതൊട്ട് കിട്ടിയതുമില്ല. ഏത് ചെയ്തത്? നമ്മുടെ വെള്ളപ്പള്ളിയെ കൊണ്ടുപോയത്. ന്യൂനപക്ഷം ശത്രുക്കളായി. എല്ലാം പിണറായി തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഈ ശൈലി തിരുത്തണമെന്ന് പറയാൻ CPM-ന് ധൈര്യമില്ല. അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ CPI എങ്കിലും ചെയ്യണം. കൗൺസിലിൽ ഉയർന്ന ഈ ആവശ്യം എങ്ങനെ നടപ്പാക്കാൻ സാധിക്കുമെന്ന മറുചോദ്യമാണ് മറുപടിയിൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചത്. അപ്പം ബിനോയ് വിശ്വം പറയാണ് സംഗതിയൊക്കെ ശരിയല്ലേ, പക്ഷെ എങ്ങനെയാണ്? അവർക്ക് CPM-മാർക്ക് ധൈര്യമില്ല. നമ്മളാണ് ചോദിക്കേണ്ടത്. CPI ചോദിക്കണം. പക്ഷെ എങ്ങനെ ചോദിക്കണം? പിണറായി വിജയന് മുന്നിലെത്തിയാൽ മുട്ടിടിക്കുന്നു. പിണറായി വിജയൻ രൂക്ഷമായി നോക്കുമ്പോൾ മുള്ളിപ്പോകുന്നു. പിന്നെ എങ്ങനെയാണ് സഖാക്കളെ നമ്മൾ ചോദിക്കുക എന്നാണ് പാവം ബിനോയ് വിശ്വം പറയുന്നത്. ബിനോയ് വിശ്വം ചോദിക്കണം. ബിനോയ് വിശ്വമേ, പിന്നെ എന്തിനാണ് CPI എന്നൊക്കെ പറഞ്ഞാൽ, CPI എന്നൊക്കെ പറഞ്ഞാൽ പഴയൊരു പാരമ്പര്യം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ആള് കുറവായിരിക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ ആള് കുറവായിരിക്കും, പക്ഷെ സംശുദ്ധിയുള്ള കമ്മ്യൂണിസം നിങ്ങൾക്കൊപ്പമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നതാണ് കേട്ടോ പണ്ട്. അതൊക്കെ നിങ്ങൾ നശിപ്പിച്ചു. എന്തിനു പേടിക്കണം ഈ ദുർബലായ മനുഷ്യരെ? ഇയാൾ കണ്ണുരുട്ടിയാൽ എന്തിനു മുള്ളണം? എന്തിനെ മുട്ടിടിക്കണം? നീ പറഞ്ഞു നിന്ന് തല ഉയർത്തിയോട് പറയണം കടക്കുപുറത്തെ കാരണഭൂതമേ. അങ്ങനെ ബിനോയ് വിശ്വം പറഞ്ഞാൽ ബിനോയ് വിശ്വത്തെ നെഞ്ചേറ്റും ഇവിടുത്തെ ജനങ്ങൾ കേട്ടോ. അപ്പൊ ബിനോയ് വിശ്വം ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്ന വിമർശനങ്ങൾ പലതും ശരിയാണ്. ബിനോയ് പറയാണ് വിമർശനങ്ങൾ പലതും ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. തിരുത്തേണ്ടത് നമ്മളല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. CPIക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? ബിനോയ് ചോദിച്ചു. അപ്പൊ ബിനോയ് ചോദിക്കുകയാണ് എങ്ങനെയാണ് CPIക്ക് അത് പറയാൻ കഴിയുക? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ CPIയും ചോദിക്കില്ല, അപ്പൊ CPM-ഉം ചോദിക്കില്ല, CPIയും ചോദിക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 സീറ്റ് കിട്ടിയാൽ ലാഭം അത്ര കണ്ടാൽ മതി. അപ്പൊ ഇതാണ് മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാർത്തകൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. സമ്പദ് വ്യവസ്ഥ ജപ്പാനെ മറികടന്ന് ഇന്ത്യ. നരേന്ദ്രമോദിയെയും BJP-യെയും ഇങ്ങനെ എല്ലാ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു ചുട്ട മറുപടിയാണ് ഇന്ത്യയുടെ വികസനം. ലോകത്ത് 4ാമത് GDP $4.18 ലക്ഷം കോടി. ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇങ്ങനെ വികസന കുതിപ്പിലാണ്. കേരളം ഇങ്ങനെ താഴോട്ട് കേരളത്തെ പിടിച്ചു താഴ്ത്തുകയാണ്, അറബിക്കടലിൽ മുക്കുകയാണ് പിണറായി സർക്കാരെങ്കിൽ. മോദി ചെയ്യുന്നത് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ ജപ്പാനെയും മറികടക്കുകയാണ് ഇന്ത്യ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. സമ്പദ് വ്യവസ്ഥ ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്ത് 4ാമത് GDP $4.18 ലക്ഷം കോടി. പിന്നെ ഖാലിദാസിയ അന്തരിച്ചു എന്നും മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു എന്നുള്ള വാർത്തകൾ കൂടി മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യ പരിഷ്കരണത്തിന് വഴിതെളിയിച്ചത് ഗുരു ഉപരാഷ്ട്രപതി. കടുവയെ തുരത്താൻ മുഖംമൂടി ആക്രമണം എന്ന് പറയുന്ന കൗതുക വാർത്ത കൂടിയുണ്ട്. കടുവ സാധാരണ മനുഷ്യരെ പിന്നിൽ കൂടിയാണ് അത്ര ആക്രമിക്കുക. അപ്പോൾ കടുവ മേഖലകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ പിന്നില് ഒരു മനുഷ്യന്റെ മുഖമുള്ള ഒരു മുഖംമൂടി പിന്നിൽ ധരിച്ചു കഴിഞ്ഞാൽ അപ്പൊ കടുവ നോക്കുമ്പോൾ മുന്നിലും ആള് പിന്നിലും ആള്, അപ്പൊ കടുവ ആക്രമിക്കില്ല എന്നുള്ളതാണ് പുതിയൊരു കണ്ടെത്തൽ കേട്ടോ. വിജയിക്കില്ല എന്നുള്ളത് പടച്ച തമ്പുരാൻ അറിയാം. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷണത്തിന് കൂടി സർക്കാർ സന്നദ്ധമാവുകയാണ് എന്ന് പറയുന്ന ഷിൻഡോ ജോസഫിന്റെ സ്റ്റോറിയാണ്. മനുഷ്യ മുഖമുള്ള മുഖംമൂടി തലയ്ക്ക് പിന്നിൽ ധരിച്ച് കടുവയുടെ ആക്രമണം തടയുന്ന കർണാടക ബംഗാൾ മാതൃക നടപ്പാക്കാനാണ് നിർദ്ദേശം. കർണാടകയും ബംഗാളിലൊക്കെ നടപ്പാക്കിയതാണത്രേ. അപ്പോൾ മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം പേജിലെ വാർത്തകളാണ് നമ്മൾ സംസാരിച്ചത്. ബാക്കി മറ്റു പത്രങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.